ചേട്ടാ പോടുന്നത് ഇങ്ങനൊക്കെ ചേട്ടാ വിളിച്ചെന്ന് ചെയ്യാം. വേറെ എന്ത് ചെയ്യാം? കസേരയൊക്കെ നീങ്ങുന്നുണ്ടോ? അല്ല ആക്ച്വലി ഈ ചോദ്യം കേട്ട് എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ചേട്ടൻ മറ്റേ വെഡിങ് ഡാൻസ് അംബാസിഡർ ആണല്ലോ, അങ്ങനെ അയക്കണ ഷൂട്ട് ഫ്രീ ആണോ, ബ്രേക്കിൽ നിൽക്കുകയാണോ, ഒരു കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ വരും, അങ്ങനെയൊക്കെ വിളിച്ചാ പോവോ? പറയാൻ പറ്റില്ല, മനുഷ്യന്മാരെ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ചോദിച്ചോ. ചേട്ടന് ഭയങ്കര ലുക്കാന്ന് തോന്നിയോണ്ടാണ് ലുക്മാൻ പേരിട്ടെ. കൊറേ പറയാനുണ്ട്. ഭയങ്കര വെറൈറ്റി പേരല്ലേ? പ്രസവിച്ചുടനെ കണ്ടാൽ ഇപ്പൊ ലുക്ക് ഉണ്ടോ ഇല്ല പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കിട്ടോ അല്ല നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഭയങ്കര ലുക്കായിരിക്കും. കുഞ്ഞു പടാണ്. കുഞ്ഞുപടല്ല, കുറച്ച് വലിയ പടം. ഞാനൊരു കാര്യം വലിയ ഇതില് പറഞ്ഞു സൈഡിൽ കൂടെ ചെറിയ ഉടായ്പൊക്കെ കാണിച്ചിട്ടാണ് ഓഡിഷൻസിന് പോവാ. അവരെങ്ങാനും ചോദ്യം ഹിന്ദിയിൽ ഒരു 4 അക്ഷരം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അഭിനയിക്കുന്നുണ്ട്, വില്ലനാണെന്നൊക്കെ പറഞ്ഞു തന്നുണ്ട്. വില്ലൻ മറ്റൊരു അപ്പൊ മോൻ ചെന്നോ പറ്റില്ല, അതൊക്കെ മനസ്സിലായില്ല, അതാ പറഞ്ഞു. അപ്പൊ കൂടുതലോ പറഞ്ഞ് സന്തോഷിക്കുന്നു, വേണ്ട ഞാനോട് പൊക്കോളാം. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. വള സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് രണ്ടുപേരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളയുടെ ട്രെയിലറും ടീസറും ഒക്കെ ഇതിനോടകം തന്നെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്രൊമോഷൻസ് ഒക്കെ കൊടുത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക. പക്ഷെ എന്നാലും നമുക്ക് നല്ല എനർജിയോടെ സ്വാഗതം ചെയ്യാം ലുക്മാൻ അവറാൻ ആൻഡ് ശീതൽ. വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചോ? രണ്ടുപേരും ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു. ചേട്ടനെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണം. യാത്ര പാലക്കാട് ഷൂട്ടായിരുന്നു. ഓക്കെ, ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്റർവ്യൂവിലേക്ക്. ഓക്കെ, സോ നമുക്ക് വളയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടീസർ ട്രെൻഡിങ് 10 ആണ് നിൽക്കുന്നത്. ട്രെയിലറും ഒക്കെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേഫെയർ ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം ലോക അടക്കമുള്ള വേഫെയറിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അത് സോ വള സിനിമ വരുമ്പോൾ അതിന്റെ ഒരു ജോണർ എന്താണ് വരുന്നത്? ആൻഡ് ആ ഒരു വേഫെയർ ഇതിലേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ എക്സ്പെക്ടേഷൻ ലെവൽ മാറുമല്ലോ നമ്മളുടെ. സോ നിങ്ങൾ അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആൻഡ് ഇതിന്റെ ജോണർ എന്താണ്? വേഫറിലോട്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ശരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് ഒരു പുറത്തുനിന്ന് ഒരാൾ സിനിമ കാണുന്നത്, ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നേരെ ഒരാൾ കാണുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ വേഫറിലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പോസിറ്റീവും ഭയങ്കര എനർജി ആയിരുന്നു നമുക്ക് മുന്നോട്ട് പോകാനാണ്. ഓക്കെ, എന്തോ ചെയ്തത് എന്തോ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്നുള്ള തോന്നുന്നു. ലോകക്ക് ശേഷമാണ് അവര് റിലീസ് വരുന്നത്. അതാണ് പിന്നെ ഈ സിനിമയുടെ ജോണർ എന്ന് പറയുന്നത് ഒരു ഫാമിലി എന്റർടൈനർ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ജോണറായിട്ട് പറയാൻ പറ്റില്ല, എല്ലാം ഉണ്ട്. ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്, റൊമാൻസ് ഉണ്ട്, ഇമോഷനാണ് ഡ്രൈവൻ ചെയ്യണത് സിനിമ. അപ്പോൾ അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് സിനിമ. സോ ശീതൽ, ഗോളമായിരുന്നു ശീതലിന്റെ ഫസ്റ്റ് മൂവി. ഗോളം നമ്മൾ പറയണം, നമ്മൾ അത്രയും നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ഗോളം 2 വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 3ാമത്തെ മൂവിയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ 3ാമത്തെ ചിത്രമാണ്. സോ എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റാർഡം ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നമ്മളെ കുറെ പേര് അറിയുന്നുണ്ടാവും പുറത്തോട്ട് പോകുമ്പോ. ഇല്ല, ആരും ഇപ്പോഴും അറിയുന്നില്ലേ? ഈ സിനിമ കഴിഞ്ഞു വേണം കുറച്ചും കൂടെ ആൾക്കാർ അറിയാം. ആക്ച്വലി ലൈക്ക് ഞാൻ ഗോളത്തിന് മുമ്പ് കുറച്ച് ഇങ്ങനെ ഷോർട്ട് ഫിലിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഇതുകൊണ്ട് പിന്നെയും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഒരു വർക്ക് കാരനാണ്. ബട്ട് ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. ഗോളം ചെയ്യുന്ന സമയത്ത് ആണെങ്കിലും അത് നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. ആസ് എ ബിഗിനർ നല്ലൊരു പടത്തിന്റെ ഭാഗം എനിക്ക് പറ്റി. അത് കഴിഞ്ഞ് തെക്ക് വടക്കുന്ന ഒരു പടം ചെയ്തു. ചെറിയ റോളായിരുന്നു അതിൽ ചെയ്തത്. 2024 നോക്കുമ്പോൾ 2025 ഒരു ലീഡ് റോൾ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അതെ അതെ, ഞാൻ അതാ പറയാൻ വന്നത്. സങ്കടം വേണ്ട, ട്രെയിലറിലൊക്കെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കല്ലേ കുട്ടി. ഞാനതിന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ധ്യാൻ ചേട്ടൻ കുറെ പ്രൊമോഷൻസിൽ നിങ്ങളുടെ കൂടെ ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ധ്യാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ ആണ് നമ്മൾ കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ എന്തോ ഫൈറ്റ് സീനില് കൈ എന്തോ പറ്റിയെന്നോ എന്തൊക്കെയോ മിക്ക ഇന്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? കംപ്ലീറ്റ് സത്യമൊന്നുമല്ല. അങ്ങനെയാണ് എന്റെ ആഗ്രഹം. ആക്ച്വലി അതെന്താ, ഷൂട്ടിന്റെ ഇടയിൽ ഫൈറ്റ് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ചെറിയ ടച്ച് വന്നപ്പോ പുള്ളി കൈ കുത്തി വീണപ്പോ കൈ കുത്തിയപ്പോ ബാലൻസ് പോയി കൈ കുത്തിയതാ. അപ്പൊ ചെറുതായിട്ട് ഒരു എല്ലൊന്ന് പൊട്ടി. അല്ല, അതിനകത്ത് ലുക്മാൻ ചേട്ടനുമായിട്ട് എന്തായിരുന്നു? അതായിരുന്നു എനിക്കുള്ള പങ്കതില്. വലിയ പങ്കൊന്നും ചവിട്ടിയ ഞാനാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെറിയ ടച്ച് ആയിരുന്നു. അത് കുറെ പേരുള്ള ഫൈറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. സിനിമയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കണം. പക്ഷെ അങ്ങനെ സംഭവിച്ചപ്പോ
എനിക്ക് ഭയങ്കര വിഷമം വന്നു. ആഹാ. അപ്പൊ ഞാൻ ധ്യാൻ ചേട്ടനെ നേരിട്ട് തന്നെ പോയി കണ്ടു, പറഞ്ഞിങ്ങനെ എനിക്കറിയില്ല അപ്പൊ എന്ത് സംഭവിച്ചു. അപ്പൊ ധ്യാൻ ചേട്ടൻ ഒരു പ്രശ്നം ഉണ്ടായില്ല, പുള്ളിക്ക് സന്തോഷം ഉണ്ടല്ലോ, എനിക്ക് ഇനി കുറച്ചേരം റെസ്റ്റ് എടുക്കാലോ, ഇങ്ങനെ ഷൂട്ട്. അപ്പൊ അത് പുള്ളി അത് കഥായിട്ട് പറഞ്ഞതല്ലോ, ഈവൻ എന്നെ ചവിട്ടി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഒരു മാസം ബ്രേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഷെഡ്യൂൾ ധ്യാൻ ബ്രേക്ക് ചേട്ടന് ഒരു മാസം ബ്രേക്ക് അല്ല നമുക്ക് എല്ലാവർക്കും അല്ല പടം ഒന്ന് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു ഒറ്റ ചവിട്ടില്. ഓക്കെ, വേറെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒരു ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ സെറ്റില്? ധ്യാൻ ചേട്ടനുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം? എനിക്ക് ധ്യാൻ ചേട്ടനായിരുന്നു അങ്ങനെ കോമ്പിനേഷൻ സീന് ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ലുക്മാനും പിന്നെ രവീണ ചേച്ചിയായിട്ടൊക്കെ കോമ്പിനേഷൻ സീൻസ് ഉള്ളൂ. ഓക്കെ, കാരണം എനിക്ക് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വെരി ഫൺ. ഓക്കെ. നിങ്ങൾ രണ്ടും കൂടെ ഉള്ള വെഡിങ് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ചേട്ടൻ മറ്റേ വെഡിങ് ഡാൻസ് അംബാസിഡർ ആണല്ലോ അല്ലേ? ഷീതള് ഡാൻസർ അല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് രണ്ടുപേരും കൂടെ? ലുക്മാൻ ചേട്ടന്റെ ഡാൻസ് അടിപൊളിയല്ലേ? അല്ല ഞങ്ങൾക്ക് ആക്ച്വലി ഷൂട്ടിന്റെ തലേദിവസമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആകെ 2-3 മണിക്കൂർ. നിങ്ങൾ ഭയങ്കര എക്സ്പെർട്സ് ആയതുകൊണ്ട് തലേന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയായിരിക്കും. എക്സ്പെർട്സ് പ്രാക്ടീസ് ചെയ്യാതെ കളിക്കാൻ പറ്റില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് സമയം ഉണ്ടായിരുന്നില്ല. അതെ, സമയം ഉണ്ടായില്ല. പക്ഷെ ഇയാള് ഈ കല്യാണ വീഡിയോ മറ്റേ എന്താണ് മാരേജ് ഡാൻസ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞല്ലേ, ആകെ 2 പടത്തില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഡാൻസ് വെഡിങ് എന്ന് പറയുമ്പോ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കും. അങ്ങനെ കുളിക്കുന്നില്ല ഡാൻസ് ഷൂട്ട് ഫ്രീ ആണോ, ബ്രേക്കിൽ നിൽക്കുകയാണോ, ഒരു കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ വരും, അങ്ങനെയൊക്കെ വിളിച്ചാ പോവോ? പറയാൻ പറ്റില്ല, മനുഷ്യന്മാരെ അവസ്ഥ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ചോദിച്ചോ. അല്ല അങ്ങനെ വിളിച്ച പോകുന്നല്ല, അങ്ങനൊക്കെ സംഭവിച്ചാ എന്താ ചെയ്യാ. അപ്പൊ ഞാൻ ഈ അടുത്തൊരു കല്യാണം ഡാൻസ് കളിച്ചു, എന്റെ റിലേറ്റീവിന്റെ കസിന്റെ കല്യാണം. അല്ല ഞാൻ അത്രയൊക്കെ ഉദ്ദേശിച്ചത്. ഞാനിപ്പോ ഡാൻസ് വെഡിങ് അംബാസിഡർ പറഞ്ഞപ്പോഴേ ലുക്മാൻ ചേട്ടന്റെ, ഞാൻ പേര് വിളിച്ചോട്ടെ, എനിക്ക് ലുക്മാൻ ചേട്ടൻ ലുക്മാൻ ചേട്ടൻ വിളിക്കരുത്, ബുദ്ധിമുട്ട്. പ്രായം ചെറുതല്ലേ, നമ്മളൊക്കെ ഏകദേശം ഒരു പ്രായം. അത്രയും പ്രായമായിട്ടില്ല. ഞാൻ വരുന്നതിന് മുമ്പ് വിക്കിപീഡിയ നോക്കിയിട്ടാ വന്നത്. ആണോ? വിക്കിപീഡിയ 35 അല്ലേ കൊടുക്കുന്നത്? 36 ആണോ? അത് തെറ്റാണോ? 80s കിഡ് ആണോ? 90s കിഡ് അല്ല? ഒന്നുകൂടി പുറകിലോട്ട് 80s കിഡ് ആണോ? ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഇനി ഏതാ വർഷം? എന്റെ വർഷം 1997. തൊട്ടടുത്തല്ലേ? 2 വയസ്സിന് 2 വയസ്സിന്റെ വ്യത്യാസമല്ല. ഞാൻ പേര് വിളിക്കാം, എനിക്ക് കാരണം ഒന്നാമത് വലിയ പേര്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞായിരിക്കും, എന്നാലും ചേട്ടന് ഭയങ്കര ലുക്കാന്ന് തോന്നിയോണ്ടാണ് ലുക്മാൻ പേരിട്ടെ? കൊറേ പറയാനുണ്ട്. ഭയങ്കര വെറൈറ്റി പേരല്ലേ അത്? ആക്ച്വലി അതെ, വെറൈറ്റി പേര്. അന്ന് ചെറുപ്പത്തിൽ ആ സ്കൂളിൽ പോയിട്ട് ആ പഞ്ചായത്തിലെ ആർക്കും പേര് കാണത്തില്ലല്ലോ. ഇല്ലല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ വേറെ ആൾക്കാർ. അത് ആക്ച്വലി ഇതൊരു അറബിക് നെയിമാണ്. പക്ഷെ അന്നിപ്പോ ഫസ്റ്റ് പ്രസവിച്ചുടനെ കണ്ടാ അതിപ്പോ ലുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കിട്ടോ ഭയങ്കര ലുക്ക് ആയിരിക്കും, അത് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊരു അറബിക് നെയിമാണ്. അറബിക് നെയിം ആയതുകൊണ്ട് തന്നെ വേറെ അർത്ഥം, വൈസ്മാൻ അങ്ങനൊക്കെ അർത്ഥമുള്ളൊരു അങ്ങനെയൊക്കെ അർത്ഥമൊക്കെ ഉണ്ട്. സിബ്ലിങ്സിനെയൊക്കെ പേരെന്താ ചേട്ടാ? അത് പക്ഷെ അതൊക്കെ വളരെ നോർമൽ പേരാ. ഷഹീർ, അസ്മ. ചേട്ടനാണ് ഏറ്റവും ഇളയത്? അല്ലല്ല, എന്റെ താഴെ 2 പേരുണ്ട്. ഞങ്ങൾ 5 പേരാ. 5 പേരുണ്ട്. ഞാൻ രണ്ടാമത്തെ ആളാ. രണ്ടാമത്തെ. ഓ, അപ്പൊ ചേട്ടൻ വന്നപ്പോ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അറിയണ്ടാവും, യൂണിവേഴ്സിന് അറിയണ്ടാവും, അങ്ങനെ ഫാദറിന്റെ മൈൻഡിൽ അങ്ങനെ തോന്നിണ്ടാവും. കസേരയൊക്കെ നീങ്ങുന്നുണ്ടോ? അല്ല, ആക്ച്വലി ഈ ചോദ്യം കേട്ട് എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ചോദിക്കുമ്പോഴുള്ള പ്രശ്നം അല്ല, ഇതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ പറഞ്ഞതുപോലെ സിനിമയെ കുറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ? ഓക്കെ, അതെ. ഞാൻ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയണ്ട, പക്ഷെ ഇപ്പൊ ഓൾറെഡി ഒരു തള്ളു കഴിഞ്ഞത് കൊണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഞാനത് പറയാവേ, എന്നെ ആരോ ഒന്ന് ഓർമ്മിപ്പിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? അതായത് ഇതൊരു സീരിയസ് ക്വസ്റ്റ്യനാണ്. അതായത് ചേട്ടൻ ഉണ്ടേല് പോലീസ് വേഷമാണ് ചെയ്തത്, പിന്നെ വേറെയും അതിനകത്തും പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തു, പിന്നെ ഒരു പോലീസ് ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്റൻഷനലി നമ്മൾ ചെക്ക് ചെയ്യും അതിനകത്ത് ഷെയ്ഡ്സ് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും. അപ്പം ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പം ചേട്ടൻ ഈ ഒരു ക്യാരക്ടർ എടുക്കാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാ?
എന്തായിരുന്നു ബാക്കി ചെയ്തതിൽ നിന്ന് ഇതിനകത്തൊരു ഡിഫറൻസ് തോന്നിയത് എന്തായിരുന്നു? ഞാൻ പോലീസ് വേഷം വന്നപ്പോൾ ഫസ്റ്റ് ആലോചിച്ചത് ഇത് പോലീസ് വേഷം എന്നുള്ളതിനുപരി നമ്മൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്ക്രിപ്റ്റ് ടോട്ടലി സിനിമ നമ്മൾ ഏത് ക്യാരക്ടർ ചെയ്താലും സിനിമ നന്നായാലേ ഇതൊക്കെ ബാക്കി എല്ലാം ചർച്ച ചെയ്യുള്ളൂ. സിനിമ നന്നായില്ലെങ്കിൽ ഒന്നും ചർച്ച ചെയ്യില്ല. അപ്പൊ നോക്കുമ്പോൾ ഇതില് റൈറ്റർ അർഷദൊക്കെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ മമ്മൂക്കട പുഴു എന്ന് പറഞ്ഞ പടത്തിന്റെ ഇപ്പൊ ഒരു വെബ് സീരീസ് ചെയ്യുന്ന സോൺ ലെവൽ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റൈറ്റർ, മുഹാഷിന ഡയറക്ടർ, കടിന്റെ കടോരമ്മയുടെ കട എന്ന് പറഞ്ഞ പടം. അപ്പോ ആ ഒരു കോമ്പോല് വീണ്ടും വരുന്നു എന്നുള്ളത് അത് ഭയങ്കര ഇമോഷണൽ പടമായിരുന്നു. പക്ഷെ പേര് പറയാൻ ചെറിയ പേരായി ആ വിഷമം പുള്ളി തീർത്തു. പക്ഷെ ഇത് ഭയങ്കര എന്റർടൈനർ ആ പടം. അപ്പൊ അതാണ് എന്നെ ആദ്യം സെറ്റ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ചെയ്ത ഒരാൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള ഭയങ്കര വ്യത്യസ്തമായ ഒരു പരിപാടി ചെയ്യുന്നു. അർഷദ് കളയിൽ ഒരു സ്ക്രിപ്റ്റ് വരുന്നു എന്നുള്ളത്. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ പോലീസുകാരനാണ് മൂന്നാമത്തെ പോലീസ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ആ പോലീസുമായിട്ട് ഒരു തരത്തിലും ഈ ഭാനുപ്രകാശിന് ഒരു ഷെയ്ഡ്സും ഇല്ല. ഇയാള് വേറെ തന്നെയാണ്. ഇയാളൊരു ഫാമിലി ലൈഫാണ് സിനിമ വളയിൽ മൊത്തം പറയുന്നത് ഭാനുപ്രകാശിന്റെ. ഒരിക്കലും ഒഫീഷ്യൽ അയാളൊരു ജോലി പരിപാടിയൊന്നുമല്ല. പക്ഷെ അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഫാമിലിയിലാണ്, പേഴ്സണൽ ലൈഫാണ് കൂടുതൽ പറയുന്നത്. ചേട്ടന്റെ ആദ്യത്തെ സിനിമ അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല, അതും ഹർഷാദ് മുഹസിൻ പെരാരി. അത് കഴിഞ്ഞിട്ട് KL10 മുഹസിൻ പെരാരിയുടെ ചെയ്തു. ആൻഡ് ഉണ്ട എഴുതിയതും ഹർഷാദ്. അതെ. അപ്പൊ അതുപോലെ തല്ലുമാല വന്നപ്പം ഖാലിദിക്കയും ലുക്മാൻ ചേട്ടനും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ സൗഹൃദവും സിനിമയും കൂടെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണല്ലോ. അപ്പൊ ചേട്ടൻ അതിനെ എങ്ങനെയാ ചേട്ടൻ നോക്കിക്കാണുന്നത്? കാരണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് നല്ലല്ലോ ഒരു സിനിമ വരുന്നത്, നമ്മൾ അതിന്റെ ഭാഗമാവുന്നു. ആൻഡ് അത് ത്രൂ ഔട്ട് അതിങ്ങനെ ലക്ക് പോലെ എല്ലാ സിനിമകളും ഹിറ്റ് ആവുന്നു, അതിങ്ങനെ ഭാഗമായി പൊയ്ക്കൊണ്ടിരിക്കും. ചേട്ടൻ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് നോക്കിയാണത്. കാരണം നല്ല സിനിമകൾ ഒരു സൈഡ് ഉണ്ടാവുന്നു, നല്ല സൗഹൃദം ഉണ്ടാവുന്നു എന്നുള്ളത് ഭയങ്കര. ഈ സൗഹൃദത്തിനും സിനിമയ്ക്കൊക്കെ ഉള്ള വ്യത്യസ്ത ജെന്യൂൻ അല്ലെങ്കിൽ ഇതിനൊരിക്കലും ലൈഫ് ഉണ്ടാവില്ല. സൗഹൃദമാണ്. നമുക്ക് ഒരാളെ മുന്നിൽ ഭയങ്കര സുഹൃത്തായിട്ട് അഭിനയിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് അയാളോട് നമ്മൾ ജീവിക്കും തോറും നമുക്കത് ഭയങ്കരമായിട്ട് അറിയും അത് ഫേക്കാണ്. അതുപോലെ തന്നെയാണ് സിനിമയിൽ. നമ്മൾ സിനിമയ്ക്ക് കലയ്ക്ക് എത്രത്തോളം നമ്മൾ ജെന്യൂനിറ്റി കൊടുക്കുന്നത് അത് അത്രത്തോളം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് എനിക്ക് ആ സിനിമയും സൗഹൃദവും ഭയങ്കര ജെന്യൂനായ ആളുകളുടെ കൂടെ തന്നെയാണ് കിട്ടിയത്. അത് ഞാനങ്ങനെ ഫോഴ്സ് ചെയ്ത് ഇവൻ്റെ കൂടെ സൗഹൃദം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇത് സിനിമ തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. ഞങ്ങളൊക്കെ കണക്ട് ആയത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടായി, ഒപ്പം നല്ല സൗഹൃദങ്ങളും ഉണ്ടായി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ സൗഹൃദം കൊണ്ട് മാത്രവും സിനിമ നടക്കും ചെയ്യില്ല. നമ്മളിപ്പോ വളയുടെ പോസ്റ്റർ കാണുമ്പോഴേ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ആ ഒരു വലിയ വള രണ്ടുപേരും നിൽക്കുന്ന ആ പോസ്റ്റർ ആണല്ലോ ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനത് കണ്ടു ഇങ്ങനെ ഓർക്കായിരുന്നേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പോസ്റ്റർ മൊമെന്റ് ഉണ്ടാവില്ലേ? നമ്മളുടെ ഫോട്ടോ വന്ന് ഒരു പോസ്റ്റർ വരുന്ന ഒരു മൊമെന്റ്, ആ ഒരു മെമ്മറി, ഒരു മൊമെന്റ് ഷെയർ ചെയ്യാവോ രണ്ടുപേരും? ശീതളിന്റെ എപ്പോഴാണ് ആദ്യം ഒരു പോസ്റ്റർ വന്ന് ശീതൾ ഇങ്ങനെ കണ്ട് ശീതളിന്റെ സന്തോഷം വന്നത്? ഗോളത്തിൽ തന്നെ ഇങ്ങനെ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഈ നമ്മുടെ ഈ കടവന്ത്ര സൈഡില് ഒരു കുറെ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഗോളത്തിന്റെ വന്നു. അല്ല, നോർമലി സിനിമേന്റെ പോസ്റ്റേഴ്സ് വെക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ആദ്യത്തെ ദിവസം തന്നെ പോയി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പടങ്ങൾ നോക്കും, ഇങ്ങനെ പോസ്റ്റേഴ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സ്പേസിൽ എന്റെ മുഖം കാണാന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം. ഗോളത്തിന്റെ സമയത്താണെങ്കിൽ കുഞ്ഞൊരു ഫേസ് ആണെങ്കിലും കുറെ പേരുണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഒരു 12-15 ആൾക്കാരുടെ കൂടെ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ മറ്റേ ഫാമിലി ആ ഒരു പോസ്റ്ററിൽ എന്നെ കാണുമ്പോൾ ലൈക്ക് എല്ലാം നല്ലോണം വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. അതുകൊണ്ടിപ്പോ ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ തന്നെ സ്റ്റോറി ഇടും, വീട്ടിലേക്ക് അയച്ചു കൊടുക്കും, ഞാൻ വന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. ഐ എം സോ ഹാപ്പി. നമ്മള് പ്രതീക്ഷ സംഭവം നമ്മളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ നമുക്ക് സിനിമ എന്ന് പറഞ്ഞ സിനിമയിൽ തല കാണിക്കുക എന്നുള്ളതായിരുന്നല്ലോ ആദ്യത്തെ സ്വപ്നം. ഏതൊരു സിനിമയിൽ എന്തെങ്കിലും ചാൻസ് കിട്ടുക, നമ്മൾ സ്ക്രീനിൽ നമ്മൾ കാണുക, പിന്നീടാണ് പോസ്റ്ററിലോട്ടൊക്കെ എത്തുക. പോസ്റ്ററിലൊക്കെ ഞാൻ എത്തിയത് കുറേ സിനിമകൾ ചെയ്തിട്ടാണ്. പിന്നെ പോസ്റ്ററിൽ ഒരു സൈഡിലൊരു മുഖം പോസ്റ്ററിൽ ഉണ്ടാവുമോ?
ഫസ്റ്റ് വന്ന പോസ്റ്റർ കേൾട്ടമ്പത്തിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ലുക്കിലൊന്നും ഉണ്ടായില്ല, കുറച്ച് കഴിഞ്ഞ് റിലീസൊക്കെ ആ ടൈമിലൊക്കെ ആയിട്ട് വന്ന പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? നമ്മളെ പോസ്റ്റ് കാണാൻ നമ്മുടെ ആരാ പറഞ്ഞു നമ്മുടെ മുഖം ഉണ്ടെന്ന് ആരെങ്കിലും കണ്ടിട്ട് പറഞ്ഞു ചേട്ടൻ പോയത്? കണ്ടിട്ട് പറഞ്ഞ് പിന്നെ നമ്മള് ഇന്ന സ്ഥലത്ത് പോസ്റ്റർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് വെറുതെ അവിടെ ഒക്കെ പോയി ചായ കുടിച്ചിട്ട് ഞാനാട്ടോ എങ്ങനെ ഇരിക്കും. പക്ഷെ എന്താ വെച്ചാ അതൊക്കെ നമ്മള് അതിന്റെ ഒക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ കുറെ സിനിമയുടെ പുറകെ നടന്ന് കുറെ ആളുകൾ കളിയാക്കി അങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ. പക്ഷെ നമുക്കിങ്ങനെ നമ്മുടെ പോസ്റ്റർ വന്നത് റിയാലിറ്റി ആണല്ലോ, അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, നിങ്ങൾ കമന്റ്സ് ഒക്കെ നോക്കൂ? നമ്മുടെ ട്രെയിലറിന്റെയും ടീസറിന്റെയും ഒക്കെ താഴെ വന്ന കമന്റ്സ് ഒക്കെ നോക്കിയായിരുന്നോ? ഞാൻ തന്നെ ട്രെയിലർ എനിക്ക് തോന്നുന്നു 10-20 വട്ടം കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇരുന്ന് കാണൽ തന്നെയാണ് സ്ഥിരം വരും. അപ്പൊ അതിന്റെ കൂടെ കമന്റ്സും ചില സമയത്തൊക്കെ നോക്കും. കമന്റ് കണ്ടായിരുന്നോ? ഇല്ല, അന്ന് അപ്ലോഡ് ചെയ്ത ടൈമിൽ നോക്കിയായിരുന്നു, പിന്നെ അങ്ങനെ നോക്കിയില്ലേ? ചേട്ടൻ നോക്കണം, ഫുൾ ലുക്മാൻ തീയാണ്. കൂടുതൽ അതെ, അത് സന്തോഷമാണ്. പക്ഷെ ചില നേരത്തെ കമന്റ്സ് നമ്മളെ ചിലപ്പോ നമ്മളെ കുറച്ച് ഡാർക്കാക്കും ചെയ്യും. പക്ഷേ ചേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ചേട്ടൻ ഇപ്പം എന്തെങ്കിലും ചേട്ടന്റെ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ലുക്ക് ഇറങ്ങുമ്പോഴോ അതിന്റെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോഴോ ചെറിയ കട്ട്സ് ഇറങ്ങുമ്പോഴോ ഒക്കെ അതൊരു ബ്ലെസ്ഡ് ഫീൽ ആണ് ആസ് എൻ ആക്ടർ. ബിക്കോസ് അത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടും. ഒത്തിരി ആൾക്കാർ പിന്നെ ചിലര് വന്ന് കമന്റ് ചെയ്യും മലയാള സിനിമ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ആക്ടർ എന്നുള്ള കമന്റ്സ് വരും. പിന്നെ ചിലര് ലുക്മാൻ ഉണ്ടെങ്കിൽ പൊളിയാണ് എന്ന് പറഞ്ഞ കമന്റ്സ് വരും. മിക്കതിനും കമന്റ്സ് വരും. സോ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു പ്ലേസിലേക്ക് എത്തുമ്പോൾ സന്തോഷം ഒബ്വിയസ്ലി ഉണ്ടാകും. പക്ഷെ എങ്കിലും ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു കണ്ടന്റ് ഫീൽ ഇല്ലേ, അതിൽ നമ്മൾ ആ ഉള്ളതിൽ സന്തോഷിക്കും. അപ്പത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര സന്തോഷിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പറയണ്ടേ, ഈ ജോലിക്ക് അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി എന്ന് പറഞ്ഞുള്ള ഒരു പോയിന്റ് ഇല്ല ആക്ച്വലി. അത് ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു സക്സസിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു സിനിമ ഒരാഴ്ച ആ സിനിമ റിലീസ് കഴിഞ്ഞ് അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ പുതിയതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ പുതിയതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും അതിന് വേണ്ടിയിട്ടുള്ള ടെൻഷനും വീണ്ടും നമ്മൾ സ്ട്രഗിൾ ഇങ്ങനെ എപ്പോഴും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ജോലിയാണ് ഇത്തരം ജോലികളൊക്കെ. എനിക്ക് തോന്നുന്നു സിനിമയാണെങ്കിൽ പ്രത്യേകിച്ച്. പക്ഷെ എപ്പോഴും ഈ ആളുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കട്ട്സ് ഇറങ്ങുമ്പോൾ ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് പേര് അത് ആഘോഷിക്കുന്ന അവരാഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ്. എത്ര സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ആൾക്കാരുടെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, ശീതൽ അതുപോലെ ലുക്മാൻ ചേട്ടൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു, ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് പോയത്. അതായത് ലുക്മാൻ ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കയറിയിട്ട് മെനു കാർഡ് നോക്കാതെ ഫുഡ് ഓർഡർ ചെയ്യണം എന്നുള്ളത്. ചെറിയ ലൈഫിൽ ശീതൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ? ഇപ്പൊ നേരത്തെ ഒരു മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹങ്ങൾ, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. മെനു കാർഡല്ല, അത് ഞാനിപ്പോഴും എനിക്കിപ്പോ പൈസ ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണ സംഭവം ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ ഫുഡ് കഴിക്കും. അല്ല ആരുടെയും കട മേടിച്ചിട്ടെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് വിശന്ന എനിക്ക് ഫുഡ് കഴിക്കണം. ഞാൻ അതിന് വേണ്ടി ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല. ആഗ്രഹമുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ കമന്റ് സെക്ഷൻ വരുന്ന സംഭവമല്ലേ, എനിക്ക് തോന്നുന്നു ഇപ്പം എന്റെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് അത് എക്സ്പെക്ടേഷൻ കൊടുക്കാന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ പടം അപ്പൊ പടം അടിപൊളിയായിരിക്കും അങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ എന്റെ വലിയൊരു ഭാഗ്യമായിരിക്കും. അങ്ങനെ അതൊക്കെയാണ് എന്റെ ആഗ്രഹം, അതാണ് എന്റെ ആഗ്രഹം. അങ്ങനത്തെ നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റണം, അതാണ്. കുട്ടിക്ക് എല്ലാം വർക്ക് റിലേറ്റഡ് ആഗ്രഹങ്ങൾ. അത് വർക്കായിട്ടല്ല ഞാനത് കാണുന്നത്. എനിക്കത് നമ്മുടെ പാഷൻ വർക്ക് എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു. അല്ല വർക്കാണ്, ഡെഫിനറ്റ്ലി വർക്കാണ്. ബട്ട് ആസ് ലൈക്ക് വർക്ക് അങ്ങനത്തെ ഒരു ചിന്തയല്ല. എനിക്ക് മനസ്സിലായി. എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എനിക്ക്. മനസ്സിലായി. അല്ല ചേട്ടൻ ഇപ്പോഴും അങ്ങനെ കാർഡൊക്കെ നോക്കാതൊക്കെ ഓർഡർ ചെയ്യോ? ഇപ്പൊ മെനു കാർഡ് നോക്കാതെ ഓർഡർ ചെയ്യേണ്ട ലെവലൊക്കെ ആയോ നമ്മള്? ഇങ്ങനെ അല്ല, അങ്ങനെ ലെവലിന്നല്ല ഇപ്പൊ അങ്ങനെ. അത് പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതിനെ കറക്റ്റ് നോക്കാതെ എന്നല്ല, നമ്മുടെ ലൈഫിന്റെ ഒരു സമയത്തുണ്ടാവുന്ന ഒരു ഇതിനെ ഞാനിങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാ. ഇപ്പൊ ചേട്ടൻ മെനു കാർഡൊക്കെ നോക്കാതെ ഓർഡർ? ഇപ്പൊ മെനു കാർഡല്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ പണ്ടത്തെ ആദ്യത്തെ പോലെ മെനു കാർഡല്ലല്ലോ നോക്കി എന്തൊക്കെ ഇവിടെ സ്പെഷ്യൽ അങ്ങനെ ചോദിച്ചിട്ടല്ല നമ്മള് കഴിക്കുക.
ആദ്യമല്ല അങ്ങനെ നമ്മൾ മെനു കാർഡ് കറക്റ്റ് ടേബിൾ തന്നെ ഉണ്ടാവും, അതിനെ നോക്കി കറക്റ്റ് റേറ്റ് ഒക്കെ നോക്കുന്ന സമയം. പക്ഷെ ഞാനത് ഇങ്ങനെ ഒരു റിലേറ്റ് ചെയ്ത് പറഞ്ഞതാ. നമ്മളൊരു സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഇത്തരം സ്വപ്നങ്ങളെ പുറകെ പോകുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തികത്തിന്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് ഈ സിനിമാക്കാര് മാത്രമല്ല നമ്മളെല്ലാ മീഡിയ നമ്മളെല്ലാ ഇത്തരം സ്വപ്നങ്ങളിലോട്ട് പോകും. ഇന്നിപ്പോ ഇവിടെ ആങ്കർ ചെയ്തിരിക്കുന്ന നാളെ ചിലപ്പോ ജോലിയില്ലെന്ന് ഉള്ള ടൈം മര്യാദക്ക് നന്നായി ചിലപ്പോ എന്തെങ്കിലും പൈസ ഉണ്ടായിരുന്നു വരില്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് പിന്നെ റിഗ്രറ്റ് ആവും. അപ്പൊ ഞാൻ വല്ല നൈസായിട്ട് ഫുഡ് അത് എനിക്ക് അത്യാവശ്യമായിട്ട് 100 രൂപ കാശുണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അത് ഇട്ടിട്ട് ഞാൻ പൈസ വെച്ചിട്ട് ഫുഡ് വെച്ചിട്ട് പോകും. ദൈവമേ സത്യമായിട്ടും അല്ലാട്ടോ. അല്ല ഇൻസ്റ്റയിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഇൻകം കിട്ടത്തില്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് ഇങ്ങനെ പറയാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നതും ഉപയോഗിച്ച് മറ്റേ റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങി തന്നെ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് മാത്രമാണ്. കാരണം വേറെ കുറെ രീതിയിൽ നോക്കിയിട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. ഈവൻ സിനിമയിലേക്ക് വന്നതും ഇൻസ്റ്റാഗ്രാം വഴിയല്ല, ഓഡിഷൻ കൊടുത്ത് തന്നെയാണ് കയറിയത്. വളയിലാണെങ്കിലും ഓഡിഷൻ കൊടുത്തിട്ടാണ് ഞാൻ കയറുന്നത്. ഇപ്പം ടെക്കുകൾക്കും ഗോളും ചെയ്യുന്ന സമയത്ത് അതിന് മാത്രം ആൾക്കാർ അറിഞ്ഞു വരുന്ന ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പടങ്ങൾ വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് സിനിമയിൽ കയറി ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ വളയും എനിക്ക് അങ്ങനെ ഓഡിഷൻ വഴി മാത്രം കിട്ടിയൊരു സിനിമയാണ്. ഞാൻ അതാ ചോദിക്കുന്നത്, വളയിലേക്ക് എങ്ങനെയാ ശീതള് ഓഡിഷൻ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇവര് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോഴിക്കോട് പോയി ഓഡിഷൻ ചെയ്തിട്ട് കിട്ടിയൊരു പടമാണ് വള. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ ഞാൻ പ്രകമ്പനം ചെയ്തു. പ്രകമ്പനവും ഈ പറഞ്ഞ മാതിരി ഓഡിഷൻ തന്നെയാണ്, എല്ലാം ഓഡിഷൻ തന്നെയാണ്. ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം ഓഡിഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നാൽ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കും. ബട്ട് ഇത് കണ്ട് ഇനിയും കോള് വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പം ഇത് ഇപ്പൊ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പടമൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ നീഡ് ആൻ ഇൻകം. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തത് തന്നെ സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഇപ്പൊ പ്രോപ്പർ ഇൻകം ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് എന്തെങ്കിലും പൈസ മാമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതല്ലാണ്ട് ഞാൻ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആളല്ല. ഭയങ്കര മടിയാണ് റീൽസ് ഉണ്ടാക്കിയിടാം. റീൽസ് ഇടല് ഭയങ്കര കുറവാണ്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഡാൻസിന്റെ കണ്ടന്റ് വലുത് വരുമ്പോൾ നമ്മൾ ഇടുന്നു എന്നല്ലാണ്ട് അത് ഇട്ടിട്ട് കുറെ എനിക്ക് ഒരു വർഷം എന്തോ ആവാറായി ഡാൻസിന്റെ ഒരു വീഡിയോ എന്തോ ഇട്ടിട്ട്. ഫുൾ സിനിമ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ വളയുടെ ആ ഒരു കഥ പോകുന്നത് ഒരു വള അത് വെച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണല്ലോ സിനിമ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടോ അവസാനം അതും കൊണ്ടൊരു വലിയ പണി കിട്ടിയ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? കഥയില്ലെന്ന് പറയല്ലേ പ്ലീസ്. എന്നാലും വേണ്ടില്ല പറഞ്ഞു കേക്കട്ടെ, പറയടാ. അല്ല ഇപ്പൊ നമ്മൾ ചിലപ്പോ ചില സമയത്ത് കാറൊക്കെ മേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്താലൊക്കെ ചില ഓൺലൈൻ സാധനങ്ങളൊക്കെ വന്ന ചില എന്നിട്ട് എന്താ പണി കിട്ടിയത് എന്തായിരുന്നു ചേട്ടാ? എന്തോ കുറച്ച് മുന്നേ ഒരു പണി കിട്ടി, പക്ഷെ എന്താ സാധനം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് മറ്റേ എന്തോ ലേസർ പരിപാടി. ഇപ്പൊ നമ്മളിങ്ങനെ വോളിലോട്ട് അടിക്കുന്ന എന്തോ ലേസർ ഗാലക്സി ഒക്കെ വരുന്നേ. ആദ്യം ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. എന്തോ ഒരു ശരിക്കും ബൊമ്മ ഉണ്ടായിരുന്നൊരു അതിന്റെ മേലിന് ലൈറ്റ് പോലായിരുന്നു. ഇത് ലൈറ്റ് ഒന്നും വരുന്നുണ്ടായില്ല. ഇത് ബൊമ്മ ഒന്നല്ല, വേറെന്തോ ഒരു ചെറിയ കീ ചെയിൻ പോലത്തെ ഒരു വേറെന്തോ സാധനമൊക്കെ ഒന്ന് പെട്ടി ബോക്സ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെ എന്തോ ഒരു പ്രാവശ്യം ഉണ്ടായില്ല. അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മയില്ല. ശീതളിനോ? അങ്ങനെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ഓൺലൈന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല, അല്ല അല്ലാണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല ഇതുവരെ. ചേട്ടൻ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ KL 10 സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ചെറിയ ക്യാരക്ടേഴ്സ് കലിക്കാത്ത ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കലിയില്. പിന്നെ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന സിനിമകൾ വരുന്നു. ഇപ്പൊ പെരുമാണി, സുലേഖ മൻസിൽ അങ്ങനത്തെ സിനിമകൾ വരുന്നു. പിന്നെ ചേട്ടൻ ചെയ്യുന്ന ഇപ്പം ക്യാരക്ടർ റോൾസ് ആണെങ്കിലും അത് ഹൈപ്പ് ചെയ്യുന്ന റോളുകളാണ്. തല്ലിമാല ആണെങ്കിലും ജിംഖാനക്കകത്ത് ജോഷു ആണെങ്കിലും ഒക്കെ ഭയങ്കര ഹൈപ്പ് ക്യാരക്ടറാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു കരിയർ പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഫിലിമോഗ്രഫി പ്രോഗ്രസ് ആയിരിക്കും നോക്കുക. അപ്പൊ ചേട്ടൻ ഈ ഒരു സിസ്റ്റം സംഭവം എങ്ങനെയാ ചേട്ടൻ അത് പ്രോസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ ഒരു മൂവി കഴിഞ്ഞ് നമ്മൾ അടുത്ത സിനിമയിലേക്കുള്ള സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു സിനിമ നമ്മൾ ചെയ്തു വെച്ച് അത് അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു ക്യാരക്ടേഴ്സ്. അപ്പൊ എങ്ങനെയാ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടമായ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച
അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് മനസ്സിൽ നിന്ന് വളരെ ജെന്യൂൻ ആയിട്ട് തോന്നിയാൽ അത് ചെയ്യാന്നുള്ളതാണ്. ഈ പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടാവുന്നു എന്നുള്ളത് അത് നമ്മൾ നേരത്തെ നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ ഒരാൾക്കും സിനിമ അത്ര ഒരു ടീം വർക്കാണ്. അത്രയും ആളുകൾ അത്രയും ഫാക്ടേഴ്സൊക്കെ ഒരുമിച്ച് വന്ന് നല്ല രീതിയിൽ റിലീസ് ചെയ്ത് നല്ല സമയത്ത് റിലീസ് ചെയ്ത് ആളുകൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അത് ഹിറ്റായി. അത് നമുക്ക് ഒരിക്കലും നേരത്തെ പറയാൻ പറ്റില്ല. അവിടെ നമുക്കൊരു ലെഗ് ഫാക്ടർ ഉണ്ട്. നമുക്ക് എന്തോ ഒരു ഭാഗ്യം തന്നെയാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ടെക്നീഷ്യൻസ് ഒക്കെയാണ് അതിൻ്റെ ഡയറക്ടർ റൈറ്റർ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെഗ് ഫാക്ടർ അപ്പുറത്ത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളിൽ നോക്കി തിരഞ്ഞെടുത്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ സ്ക്രിപ്റ്റ്. അല്ലാതെ ഭയങ്കര ഇത് ഹിറ്റടിക്കും, ഓക്കെ ഇത് തിയേറ്ററിൽ വർക്കാവും, അങ്ങനെ ഭയങ്കര കീറി മുറിച്ച് നോക്കാൻ എനിക്കറിയില്ല. അങ്ങനെ നോക്കിയിട്ട് എനിക്കറിയില്ല നേരത്തെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളെന്താണോ എക്സൈറ്റ് ചെയ്യിക്കുന്നത്, വന്ന് കഥ പറയുന്നു, ഇരിക്കുന്നു, കേൾക്കുന്നു. ചിലപ്പോൾ ആ ടീമായിരിക്കും നമുക്ക് എക്സൈറ്റ് ആവും. ആ വന്ന് പറഞ്ഞ ആളായിരിക്കും. ചിലപ്പോൾ കഥ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കണക്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ സംസാരിച്ചപ്പോൾ അയാളായിട്ട് നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് തോന്നിയിട്ട് ഓക്കെ ഇയാളെ നമുക്കൊന്ന് ക്ലാബ് ചെയ്യാം, നന്നായിരിക്കും എന്നുള്ളൊരു സാധനം തോന്നും. അങ്ങനെയും സംഭവിക്കാം. ശീതൽ ഇപ്പം ഓഡിഷൻസ് കൊടുക്കുന്ന സമയത്ത് ശീതൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആ ടീം ഏതാ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ഓഡിഷൻ നമുക്ക് ആകെ ഇപ്പൊ നേരത്തെ ലുക്ക് പറഞ്ഞ മാതിരി നമ്മൾ വലിയ ബിഗ് സ്ക്രീനിൽ തല കാണിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കോൾ വന്നാലും ഇപ്പൊ ആരാണ് നടൻ, ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ഡയറക്ടർ, ആരാണ് സ്ക്രിപ്റ്റ്, അതൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ എന്തായാലും ഓഡിഷൻ കൊടുക്കും. അപ്പൊ ഏത് ലാംഗ്വേജ് ആണെന്ന് പോലും നോക്കൂല. നമ്മൾ ചിലപ്പോൾ തമിഴൊന്നും അറിയണ്ടാവില്ല. അപ്പൊ ലാംഗ്വേജ് തമിഴ് അറിയാം, ഹിന്ദി അറിയാം. ഹിന്ദി എവിടെ വരെ കാണാൻ അറിയില്ല, എന്നാലും ഹിന്ദി അറിയാന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഓഡിഷന് കൊടുക്കും. പിന്നെ അപ്പൊ നോക്കാം. ഇതൊക്കെ സൈഡിൽ കൂടെ ചെറിയ ഉടായ്പൊക്കെ കാണിച്ചിട്ടാണ് ഓഡിഷൻസിന് പോവാ. അവരെങ്ങാനും ചോദ്യം ഹിന്ദിയിൽ ഒരു 4 അക്ഷരം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ശരി, ഞാനും പോയിട്ട് ഹിന്ദി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഡയലോഗ് എന്നിട്ട് എന്താണ്ടായെന്ന് വെച്ചാ എന്നോട് വലിയതോ പരിപാടിയാ. ഞാൻ സ്പാനിഷ് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ബോളിവുഡ് അപ്പൊ എന്നോട് വിളിച്ചാ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, ബോളിവുഡാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ഓഡിഷന് പോയോണ്ടിരിക്കുക. അപ്പൊ ഏതാ പടം എന്നൊന്നും അറിയില്ല. ചിലപ്പോ ഒരു ദിവസം 3 ഓഡിഷനൊക്കെ പോകും. അങ്ങനത്തെ സമയം. അപ്പൊ ഒരുത്തോളം എന്നോട് ബോളിവുഡാണ്, നമുക്ക് ഇനി ഇവിടെ ഏതായാലും നടക്കണില്ല, ബോളിവുഡ് നോക്കിയാലും. അപ്പൊ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ലേ? ഹിന്ദി എനിക്കറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. അപ്പൊ ഈ വായോ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. പറയാൻ പറ്റില്ല ഇവിടെ ലൈഫ് ഓക്കെ. ഇനിയിപ്പൊ നാറാനൊന്നും ഇല്ല, നാറാച്ച എന്തിനും റെഡി ആയിട്ടാ പോണേ. നേരെ ചെന്നൈക്ക് ആകെ ഹിന്ദിക്കാര് വിളിച്ചിനോട് ആദ്യം സംസാരിച്ച് കുറച്ച്. അപ്പൊ ഞാൻ മുറിയൻ ഹിന്ദിയില്ല. അപ്പൊ പറയാ മേ ഹിന്ദി നഹി മാലു. അപ്പൊ പുള്ളി ബട്ട് ഐ എം ആൻ ആക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. ഒക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഓക്കെ നോ പ്രോബ്ലം പറഞ്ഞു. പുള്ളി ഡയലോഗ് പേപ്പറിൽ എഴുതിയതാന്ന് പറഞ്ഞു. പുള്ളി ഡയലോഗ് പേപ്പറിൽ എഴുതി. പക്ഷെ എനിക്ക് ഹിന്ദി വായിക്കാൻ പറ്റും. ഹിന്ദി നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടല്ലോ. ഇപ്പൊ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും വായിക്കാൻ പറ്റും. ഇന്ത്യ അക്ഷരങ്ങൾ ഇപ്പൊ അറബിക്കും ഞാൻ വായിക്കും, പക്ഷെ എനിക്ക് അർത്ഥം അറിയില്ല. സ്കൂളിലൊക്കെ പഠിച്ചുള്ള പക്ഷെ എന്താ അക്ഷരങ്ങൾ കൂട്ടി. ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ വായിക്കും, എല്ലാം ഇംഗ്ലീഷ് ഇപ്പൊ അർത്ഥം അറിഞ്ഞിട്ടാണോ വായിക്കുന്നത്? അല്ലല്ലോ. എനിക്ക് എല്ലാം ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് വായിക്കണം. ശീതൽ മറ്റേ വലിയ വാക്കൊക്കെ ഇംഗ്ലീഷിൽ വന്നു അറബി എനിക്ക് വായിക്കാൻ പറ്റും. അറബി ഇപ്പൊ ഞാൻ വായിക്കും. അങ്ങനെ ഇത് ഫുൾ ഡയലോഗ് എഴുതിയെന്ന് ഞാനിത് നോക്കി നിന്ന് കുറച്ചു നേരം. ഒരു വലിയ പാരഗ്രാഫ് ഉണ്ട്, അതും ചെറിയ ഡയലോഗ് ഒന്നുമില്ല. ഇയാളത് മെയിൻ വില്ലനാന്നുണ്ട് പടത്തിലെ. ഡയലോഗ് തോന്നുന്നുണ്ട്. ഇത്ര വലിയ ഡയലോഗ് ഇതല്ലോ. കൂടുതല് ഇതിന് നീളം കണ്ടറിയാലോ, ഇത് വായിക്കാറുണ്ടല്ലോ ഡയലോഗ്. ഇത്ര ഒറ്റ ആളെ പേര് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ? ഇപ്പൊ വായിക്കാറണമെന്ന് ആവശ്യമില്ലല്ലോ. പേപ്പറിൽ പെന്നോണ്ട് എഴുതിക്കണോ? എന്നിട്ട് ഡിസ്ക്ലെയിമറൊക്കെ
അങ്ങനെ ഞാനിത് കുറെ നേരം നോക്കി നിന്നിട്ട് ഒരുത്തിനോട് കൂടുതലുള്ളവർക്ക് അറിയാലോ, കൂടുതൽ ആൾക്കറിയാം നമ്മളെ അവനറിയാം, അവന് ഭയങ്കര കോൺഫിഡൻസ്. അപ്പൊ അവൻ അർത്ഥമൊക്കെ പറഞ്ഞത് ഫുൾ പഠിച്ച് ഞാൻ ഡയലോഗ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ അല്ല ചേട്ടൻ സ്പീഡിനൊക്കെ വായിച്ചോ? ഇങ്ങനെ എന്തൊക്കെ വായിച്ചോ ഓർമ്മ, കുറെ മുന്നേ ഓഡിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു, അഭിനയിക്കുന്നുണ്ട്, വില്ലനാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. വില്ലൻ മറ്റേ റോൾ, അതിനൊക്കെ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തീർക്ക. അവന് പുള്ളി പറഞ്ഞു അപ്പൊ മോൻ ചെന്നോ പറ്റില്ല, അതൊക്കെ മനസ്സിലായില്ല, അതാ പറഞ്ഞു. അപ്പൊ കൂടുതലോ പറഞ്ഞ് സന്തോഷിക്കുന്നു വേണ്ട, ഞാനോട് പൊക്കോളാനാ പറഞ്ഞത്. അങ്ങനെ എല്ലാതും പറയാൻ പറ്റില്ല, എന്താ പറഞ്ഞത്, ചിലപ്പോ നന്നായി പോയാലോ വെച്ചിട്ടേ. അല്ല കുറച്ച് കൂടുതൽ നന്നായി പോയി സാർ എന്നെ സെലക്ട് ചെയ്തോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സെലക്ട് ചെയ്യല്ലേ മോൻ പൊക്കോളാനാ പറഞ്ഞത്. അങ്ങനെ പ്രാവശ്യം ഹിന്ദി, അതിന്റെ ശേഷം ബോളിവുഡ് കേട്ട, അതിന്റെ ശേഷം ഹിന്ദി പടം തന്നെ കാണില്ല. വേറെ ലാംഗ്വേജ് പറഞ്ഞുകൊണ്ടാവത്തത് ഇപ്പോ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നടന്മാര് തമിഴ് മൂവീസിലേക്ക് പോകുന്നുണ്ടല്ലോ. ലുക്മാൻ ചേട്ടന്റെ തമിഴ് എൻട്രി എപ്പോഴായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്ക്രിപ്റ്റ്സ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കേട്ടിരുന്നു, 2-3 പ്രൊജക്റ്റ് കേട്ടായിരുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിൽ നമ്മളിങ്ങനെ വരുന്നത്, എന്താ ചെയ്യുന്നു. പക്ഷെ അതിങ്ങനെ കേൾക്കുന്നുണ്ട്, ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ ആഗ്രഹിക്കുന്നു. തമിഴ് അറിയോ ചേട്ടന്? എഴുതാൻ പറ്റും? എനിക്ക് എഴുതാറില്ല, പക്ഷെ കേട്ടാ മനസ്സിലായി, പറയാനും കുഴപ്പമില്ലാതെ പറയും. കൊഞ്ചം പേസും തമിഴ്. അപ്പൊ നമുക്കിനി ഒരു തമിഴ് സിനിമയിൽ എല്ലാം റെഡിയായി വന്നാൽ കാണാം. ഓക്കെ, സോ കമ്മിങ് ടു വള, എന്താണ് വളയുടെ ഒരു നിങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? വള സിനിമ ഞങ്ങൾ എന്താണ് വളയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഇത് ഇങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. നോർമലി സാധാരണ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ ഇൻസിഡന്റിൽ ഹാപ്പനിങ് ചെയ്യുന്ന ഒരു നോർമൽ ഒരു കുഞ്ഞു പടമാണ്. കുഞ്ഞുപടല്ല, കുറച്ച് വലിയ പടം. ഞാനൊരു കാര്യം വലിയ ഇതിൽ പറഞ്ഞു കുഞ്ഞു പടം ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടിറങ്ങാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. സന്തോഷമായിട്ട് കണ്ടിറങ്ങാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏറ്റവും അടുത്തിടെ പുതിയതായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ? ലോക. നമ്മളിങ്ങനെ ഇപ്പം പടക്കളം, ലോക പോലത്തെ സിനിമകളൊക്കെ കഥ തന്നെ ഒരു പ്രത്യേക കഥകളാണല്ലോ ഇപ്പൊ മലയാള സിനിമയിൽ വരുന്നത്. യെസ്, അപ്പൊ ഇങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ സിനിമ അടുത്തിടെ കണ്ടിട്ട് അതിനകത്ത് ഇന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ശീതളിന് തോന്നിയിട്ടുണ്ട്? ഏതൊക്കെ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഏത് ക്യാരക്ടർ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും? ക്യാരക്ടർ അല്ല, എനിക്ക് പടം കാണും, ഭായി നല്ല പടം അതിൽ ഭാഗമാകാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടർ പ്രേമലു കണ്ടപ്പോ, ജിംഖാന കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ. ഓക്കെ ചേട്ടാ, നമ്മള് വളയുടെ പ്രൊമോഷൻ ഇങ്ങനൊക്കെ ചേട്ടാ വിളിച്ചെന്ന് ചെയ്യാം. നമ്മള് വളയുടെ പ്രൊമോഷനെ വന്ന, എന്നാലും ഞാൻ എന്റെ ഒരു പേഴ്സണൽ ചോദ്യം ചോദിക്കട്ടെ. ഈ ജിംഖാന സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട സമയത്ത് ചേട്ടൻ അത് എങ്ങനെയാ അത് കൺസീവ് ചെയ്തത്? കേട്ടപ്പോ അങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ടൊന്നല്ല കേട്ടത്, അത് ശരിക്കും ജോഷുവ എന്ന് പറഞ്ഞ ക്യാരക്ടർ സിനിമയിൽ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റഹ്മാൻ അതിന്റെ ഡയറക്ടറിന്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം തന്നെയാണത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങനെ ബോക്സിങ്ങിന് പോയതും കോമ്പറ്റീഷന് പോയതും ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ ശരിക്കും ഉണ്ടായതാ. അവരോടും തോറ്റു പോകുന്നതും എല്ലാം റിയൽ സ്റ്റോറി. അവനെ റിയൽ ആയിട്ട് നടന്നൊരു സംഭവം അവൻ ഞങ്ങളൊരു യാത്ര പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജോഷുവ എന്നുള്ള ക്യാരക്ടർ ഒന്നും പക്ഷെ റിയൽ സ്റ്റോറിയിൽ ഇല്ല. അപ്പൊ ഞാനും അതിലൊരു ബോക്സർ ആയിരുന്നു ആദ്യം, ഫസ്റ്റ് കൂട്ടത്തിലുള്ള ഒരു ബോക്സർ അതിലത്തെ ഒരാളായിരുന്നു. പിന്നെ ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് ജോഷ എന്നുള്ള പുതിയ ക്യാരക്ടർ ഉണ്ടാവുന്നതും അങ്ങനെ ഞാൻ ഇപ്പുറത്ത് ജോഷയിലോട്ട് വരുന്നതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിങ്ങനെ വല്ല ഗ്രാജുവലി ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ തന്നെയാണ് സ്ക്രിപ്റ്റും പറഞ്ഞത്. പിന്നെ അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണെന്നൊക്കെ അയാളുടെ ഒരു സ്വഭാവ പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞു. അവൻ ഇങ്ങനെ അവൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് പോയി സ്ക്രിപ്റ്റ് വായിക്കുക,
ഇതാവല്ലേ വളരെ ഗ്രാജുവലായിട്ട് ആ ക്യാരക്ടറിനെ നമ്മുടെ ഉള്ളിലേക്ക് തരിക ചെയ്യുക. ചേട്ടൻ ചെയ്യുന്ന ചില സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫിറ്റ്നസ് ഇടി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഫിറ്റ്നസ് ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണോ? എപ്പോഴും ഭയങ്കര ഭയങ്കര ജിംഖാനക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ടായിരുന്നു, തല്ലുമാലയ്ക്ക് വേണ്ടി തല്ലുമാലയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ജിംഖാനക്കായിരുന്നു കുറച്ച് കൂടുതൽ. എനിക്ക് തോന്നുന്നു 6 മണിക്കൂറോളൊക്കെ ഞങ്ങൾ വർക്കൗട്ട് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ ബോക്സിങ്ങും ഒരു 2 മണിക്കൂർ വെയിറ്റ് ട്രെയിനിങ്ങും പിന്നെ വേറെ കാർഡിയോ വർക്കൗട്ടൊക്കെ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 3-4 മാസം കൊണ്ട് തന്നെ ഭയങ്കര ട്രിംഡായി, ഭയങ്കര മസിൽസ് ഒക്കെ ഉണ്ടായി. പിന്നെ അതൊക്കെ കുറച്ച് വിട്ട് വേറെ സിനിമക്ക് വേണ്ടിയിട്ട്. തല്ലുമാലയിലാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്, ഈ വർക്കൗട്ടും ജിമ്മും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ജിംഖാനയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞില്ലേ ജിംഖാനയുടെ ക്യാരക്ടർ ശരിക്കും അതൊരു റിയൽ ക്യാരക്ടർ ആയിരുന്നു, അങ്ങനത്തെ സംഭവ പരിപാടിയായിരുന്നു എന്നത്. അതുപോലെ തല്ലുമാല സിനിമ ഇങ്ങനെ കാണുമ്പോൾ ചിലർ പറയും ഇങ്ങനെയൊക്കെ അടി ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. അതായത് ഒരു ചെറിയ സാധനത്തിനകത്തായിരിക്കും അടി ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ ചേട്ടൻ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോ സിറ്റുവേഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ചേട്ടൻ ഒരു കട്രിയിൽ വരും, ടോവിനോ ചേട്ടൻ ചോദിക്കത്തില്ലേ ഇവ എന്നെ നോക്കിയോ കാണാൻ നോക്കിന്റെ പേരില് ഷൂ ചവിട്ടി ഭയങ്കര പ്രശ്നല്ലേ. അതൊക്കെ എന്താ വെച്ചാൽ സിറ്റുവേഷൻ ആണ്. ഇതിപ്പോ നമ്മുടെ മാനസികാവസ്ഥയും നമ്മളപ്പം എവിടുന്ന് വരുന്നു, എന്ത് വരുന്നു, നമ്മൾ എന്ത് കഴിഞ്ഞ് നിൽക്കുന്നു, ചിലപ്പോ നോക്കിയതാ കാരണം നോക്കിയതാ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ പുറകില് വേറെ വലിയ വേറെ കാര്യങ്ങളുണ്ടാവും. അത് മനുഷ്യന്റെ ഒരു അപ്പത്തെ അവസ്ഥ. അടി എന്ന് പറഞ്ഞാൽ അതാണ്. അത് അപ്പത്തെ ആ പോയിന്റില് സെക്കൻഡിൽ വേറെന്ത് ചെയ്യാൻ അല്ല. ശീതൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ജീവിച്ചു പോട്ടടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അല്ല അത് ഒബ്വിയസ്ലി നമുക്ക് അറിയാനൊരു അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോളേജ് പഠിക്കുമ്പോഴും നാട്ടില് ഗാനമേളക്കും അങ്ങനൊക്കെ ഉണ്ടായിരുന്ന. അതുകൊണ്ട് തല്ലുമാല കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്റെ ലൈഫിലുണ്ടായ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ തല്ലുമാലയിലുണ്ട്. ഈ റെജി അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ്, അവിടെ കുറെ അടി ഉണ്ടായത്, അടിയുടെ രീതികള് ഒക്കെ ഞങ്ങള് കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ഫൈറ്റിന്റെ കുറച്ച് കണക്ഷൻസ് ആ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ പറഞ്ഞിട്ടില്ല. കണ്ടോ ഞാനത് ചോദിച്ചോണ്ട് എന്താ കിട്ടിയില്ലേ. അപ്പോൾ അതിന് ഇന്റർവ്യൂ മൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു ഇത്. ബിക്കോസ് ഞാനിങ്ങനെ ചേട്ടന്റെ സിനിമകള് തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. പെരുമാണി അല്ലെങ്കിൽ ജിംഖാന ഇറങ്ങുമ്പോഴൊക്കെ എനിക്കത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു ഫോട്ടോ എടുക്കണേ. പക്ഷെ ചേട്ടനെ നേരിട്ട് കാണുമ്പോഴും ഭയങ്കര ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഒക്കെ ഒരു ജാട കാണുമെന്ന്. പക്ഷെ ചേട്ടൻ ഭയങ്കര പാവമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് ജാട ഉണ്ട്, ജാട വരാത്തുണ്ടോ. ഞാൻ മനസ്സിലായി അന്ന് ഞാൻ ആ ഇവന്റിന് കണ്ടപ്പോഴും ഞാൻ ജിംഖാന കണ്ടിട്ട് ഞാൻ നോക്കുമ്പോ ചേട്ടൻ വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ സംസാരിക്കണം, ഫോട്ടോ എടുക്കണം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല അപ്പം പറ്റില്ല, ചേട്ടൻ ഭയങ്കര തിരക്കായിരുന്നു. ചേട്ടൻ അന്ന് പോയി. അപ്പൊ ഇന്ന് ഞങ്ങളും സ്റ്റേജിൽ നിൽക്കുമായിരുന്നു, തിരക്കായിരുന്നു. അപ്പൊ എന്തായാലും ചേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയണം. അതുപോലെ തന്നെ വള നല്ല സക്സസ് ആവട്ടെ. ശീതളിന് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ശീതളിനെ തേടിയെത്തട്ടെ. അപ്പൊ ചേട്ടന്റെ പുതിയ വരാൻ പോകുന്ന പ്രോജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ സോ വള എല്ലാവരും മറക്കാതെ തിയേറ്ററിൽ തന്നെ കാണുക. ഓഡിയൻസിനോട് പറഞ്ഞോളൂ. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ഫാമിലി എന്റർടൈനർ ആണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. Thank you so much for joining. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.